ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതോടെ നിനക്കറിയാം. എനിക്കിപ്പോ എല്ലാം ഓർമ്മ വരുവാ. എനിക്കറിയാം രാഘവട്ടം. ഗംഭീര പ്രകടനമാണല്ലോ നടത്തിയിരിക്കുന്നത്. മേഡം, തെളിവോടുകൂടിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ വഴികളും അടച്ചോണ്ടുള്ള അറസ്റ്റാ. അത് പിന്നെ ജോലിയോടുള്ള ആത്മാർത്ഥതയും കൂറും കൂടുതലുള്ള ഉദ്യോഗസ്ഥൻ അങ്ങനെയല്ലേ ചെയ്യൂ. പ്രത്യേകിച്ച് പ്രതി എന്ന് പറയുന്ന ആൾ ആജന്മ ശത്രു ആവുമ്പോ. പക്ഷേ ഇവിടെ കോടതിയും നിയമവും കോടതി വ്യവസ്ഥകളും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതിന്റെ അവസാന വാക്കൊന്നും അല്ലല്ലോ ACP ചന്ദ്രബോസ്. നമുക്ക് നോക്കാം. നോക്കാനൊന്നുമില്ല മേഡം. ഇവനെ ഇതിൽ നിന്ന് രക്ഷിച്ചെടുക്കണമെങ്കിൽ മേഡം ഒരുപാട് പണിയെടുക്കേണ്ടി വരും. കാരണം ഞാനിതിൽ അതിനും മാത്രം പണിയെടുത്തിട്ടുണ്ട്. പണിയെടുക്കണം. അതിനാണ് സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. നിന്ന നിൽപ്പില് ഹാർട്ട് അറ്റാക്ക് വരുന്ന കാല ഈ വലിയ തടി അനക്കാതെയും ഇളക്കാതെയും കാത്തു സൂക്ഷിച്ചോണ്ട് നടന്നാലേ ചെന്ന് കിടക്കേണ്ടി വരുന്നത് പൊതുദർശന ഹാളിലായിരിക്കും. അതുകൊണ്ട് ഒരു പൊടിക്കൊക്കെ അടങ്ങും ചന്ദ്രബോസേ. ഇല്ലെങ്കിൽ പ്രാക്ക് കിട്ടി പടുമരണം വാങ്ങി മാലയിട്ട് ഭിത്തിയിൽ കേറും പടമായിട്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇടയ്ക്കെങ്കിലും പേരിനെങ്കിലും മറ്റുള്ളവരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാനെങ്കിലും ഒരൽപ്പം നന്മയെങ്കിലും ചെയ്യേ. ഇത് ജില്ലാ കളക്ടർ ശാലിനിയുടെ ഉപദേശമൊന്നുമല്ല. അല്ല, ഇനിയിപ്പോ ഇത് ഉപദേശമായിട്ട് എടുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇവിടെ അരങ്ങേറിയ നാടകത്തിന്റെ ഗംഭീര പെർഫോമൻസിന് കയ്യടി വാങ്ങി നിൽക്കുകയല്ലേ. എന്തായാലും അടുത്ത പണി നടക്കട്ടെ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന പണി ഞാനും നോക്കിക്കോളാം. ഞാനെടുത്ത പണിക്ക് മേലെ പണിയെടുത്ത് ഇവനെ ഇറക്കുന്ന എനിക്കൊന്ന് കാണണം. എടുത്ത് നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എടുത്തു വെച്ച പണിയുടെ മേന്മ. മേഡം, ഈ ചാർജ് ഷീറ്റ് ഞാൻ എഴുതി പിടിപ്പിക്കുന്നതേ എന്റെ സകല തന്ത്രങ്ങളും നേരത്തിയിട്ടായിരിക്കും. ഊരി പോരാതിരിക്കാനുള്ള എല്ലാ പഴുതുകളും അടച്ചു. സംശയരാ പിടിച്ച് കേട്ടടോ അവനെ ജീപ്പിലോട്ട്. കേറും അച്ഛാ, പേടിക്കാനൊന്നുമില്ല. നടക്കടാ സാറേ. സാറേ മേഡം, ഇനി ഭർത്താവ് കുറച്ചു ദിവസം ഞങ്ങളെ കൂടെ അന്തി ഉറങ്ങട്ടെ. മിസ്റ്റർ ചന്ദ്രബോസ്, എല്ലാത്തിനും മീതെ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പുണ്ട്. എല്ലാ കേസുകളിലും ഉണ്ടാവുന്ന ഒരു പഴുത്. എനിക്ക് ആ ഒരു പഴുത് മതി എന്റെ വിഷ്ണുവേട്ടനെ രക്ഷിക്കാൻ. അതെനിക്ക് വേണ്ടി ഈശ്വരന്മാര് കൊണ്ടു തരുകയും ചെയ്യും. നമുക്ക് കാണാം. കാണാം.
എനിക്കറിയാം. അതോടെ ഇരിക്കും എനിക്കറിയാം. ഓ. എനിക്കിപ്പോ എല്ലാം ഓർമ്മ വരുവാ. എനിക്കറിയാം രാഘവട്ടം. ഇത് ഞാനാ കണ്ടുപിടിച്ചേ. ഇത് ഞാനാ കണ്ടെത്തിയേ. ഈ സൗണ്ട് കാരണല്ലേ അവരെ കൊണ്ടുപോയേ. കൊണ്ടുപോയി കൊടുക്ക്. എന്നിട്ടേ എന്റെ മോനെ വിട്ടിടാൻ പറ. അച്ഛാ, ഇതെങ്ങനെയാ ഇവിടെ? ഞാൻ കണ്ടതാ. ഞാനാ ഇതെടുത്ത് ഇതിനകത്ത് വെച്ചതേ. ഞാൻ തന്നെ അടുത്ത് വെച്ചേ. അവൻ വരുമ്പോ കൊടുക്കാന്ന് പറഞ്ഞേ ഞാനാ അതെടുത്ത് ഓട്ടോ ഇവിടെ കൊണ്ടുവച്ച് ഞാനാ. പക്ഷേ ഞാൻ മറന്നുപോയി. അച്ഛനെ എന്നാ വിട്ടോ? അച്ഛാ, വണ്ടിയുടെ കീ അതിലുണ്ട്. അതൊക്കെ ഞാൻ എടുത്ത് വെച്ചോടാ, നീ പോയിട്ട് വാ. അല്ല, കീ എടുക്കാൻ പറഞ്ഞിട്ട് അത് എടുത്തില്ലല്ലോ.